നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നേരം വെളുത്തതും ഗന്ധർവനെ നേരിട്ട് കാണാൻ വേണ്ടി കുളിച്ചൊരുങ്ങി പുറപ്പെട്ടു. ഭൂമിക മാഡം തന്ന ഭംഗിയുള്ള സാരി ഉടുത്തോണ്ട് ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങി. പക്ഷെ വന്നില്ല. തല കറങ്ങി ഞാനവിടെ മയങ്ങി വീഴുന്നവരെ ഗന്ധർവൻ വന്നില്ല. ഗന്ധർവൻ എന്നെ പറ്റിക്കായിരുന്നു. അല്ല പാറു, ഗന്ധർവൻ പറ്റിച്ചതല്ല പാറുവിനെ. ഗന്ധർവൻ വന്നിരുന്നു. പക്ഷേ ഗന്ധർവൻ വന്നിരുന്നു എന്ന് പ്രിയഞ്ചേട്ടൻ എങ്ങനെ അറിയാം? ഗന്ധർവൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്റെ മുന്നിൽ വന്നില്ല? ഗന്ധർവൻ ഞാൻ തന്നെയാണെന്ന് അവൻ തുറന്നു പറഞ്ഞ അവളുടെ എല്ലാ സംശയത്തിനുള്ള മറുപടിയാവും. പക്ഷേ അവൻ തുറന്നു പറയുന്നില്ലല്ലോ. കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കാതെ തുറന്നു പറ പ്രിയ. പാറു, അതിനെക്കുറിച്ച് തന്നെയാ ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്. ഗന്ധർവൻ അടുത്ത ദിവസം കമ്പനിയിൽ വരുന്ന ഗന്ധർവൻ പറഞ്ഞു, വെള്ള ഷർട്ട് ഇട്ട്. അന്നും പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നു. എല്ലാം വെറുതെയായി. എന്നെ പറഞ്ഞു പറ്റിക്കുന്നത് അയാൾക്കൊരു തമാശയായിരിക്കും. പക്ഷെ കാത്തിരിക്കുന്നവർക്കത് അങ്ങനെയല്ല. ഗന്ധർവൻ വരില്ലെന്ന് അറിയുമ്പോഴുള്ളൊരു നിരാശയുണ്ടല്ലോ. പ്രേംചേട്ടനോട് പറഞ്ഞത് മനസ്സിലാവില്ല. അനുഭവിച്ചവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. പാറു, എടാ പ്രിയ, തുറന്നു പറയ്. പാറുവിന്റെ മുന്നിൽ ഇങ്ങനെ വിൽക്കുകയും വിഴുങ്ങുകയും വേണോ? അവളെ നിനക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. ഉത്സവം കഴിഞ്ഞ് എല്ലാരും എത്തേണ്ടടുത്ത് എത്തിയാലും ഇവൻ വാ തുറക്കുമെന്ന് തോന്നുന്നില്ല. നിന്റെ ഗന്ധർവനാണ് ഈ മുന്നിൽ നിൽക്കുന്നതെന്ന് ഞാൻ തന്നെ അവളോട് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അത് വേണ്ട, പ്രിയൻ തന്നെ അത് പറയണം. അവന്റെ നാവിന്ന് തന്നെ അത് കേൾക്കുമ്പോഴാ അവളുടെ നിരാശയും സങ്കടവും ഒക്കെ സന്തോഷമായിട്ട് മാറുക. പാറു പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പാറുവിനെ കാണാൻ വരുമെന്ന് ഗന്ധർവൻ പലതവണ പറഞ്ഞു. പക്ഷെ ഒരിക്കൽ പോലും വന്നില്ല. എന്തുകൊണ്ടായിരിക്കും വരാതിരുന്നത്? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഗന്ധർവനെ കാണുമ്പോൾ തന്നെ പാറുവിന് കാര്യം മനസ്സിലാവും. ഞാൻ ഈ പറയുന്നത് പാറു വിശ്വസിച്ചോളൂ. ഗന്ധർവൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇതുപോലൊരു ക്ഷേത്ര പരിസരത്ത് വെച്ചാ ഞാനവളെ ആദ്യമായിട്ട് കാണുന്ന. മറ്റൊരു ക്ഷേത്രമുറ്റത്ത് വെച്ച് അവളെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ തുറന്നു പറയുന്നു. ഒരുപക്ഷേ ഇത് ദൈവനിശ്ചയമായിരിക്കും. അല്ലെങ്കിൽ ആയിരിക്കുമെന്നല്ല, ദൈവനിശ്ചയം തന്നെയാ. അതുകൊണ്ടാണല്ലോ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എനിക്കിവിടെ വരാൻ തോന്നിയത്. എന്നിട്ടും ആ പെൺകുട്ടി ആരാണെന്ന് സാർ എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ അങ്കിളിന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ. പറയൂ, പറഞ്ഞോളൂ. അത് ഗന്ധർവൻ നിന്റെ മുന്നിൽ വരുമെന്ന് എനിക്കെങ്ങനെ അറിയാന്നല്ലേ നിന്റെ സംശയം? ഗന്ധർവൻ വേറെ ആരുമല്ല. അത് എന്നോട് പറഞ്ഞോളൂ. അങ്കിൾ, ആ പെൺകുട്ടി വേറെ ആരുമല്ല. എന്റെ ദേവി! അയ്യോ സാർ, നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല അങ്കിൾ, പിന്നെ സംസാരിക്കാം പ്രിയഞ്ചേട്ടാ. പാറു, ആരാ നിന്റെ പൊങ്കാലകലം സരിച്ചത്? ഞാൻ വേണോന്ന് വെച്ച് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ.
ടൗണിൽ നിന്ന് വന്ന മാതാമ്മയ്ക്ക് സംസാരം മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ കരുതിയത്. അല്ല, അവള് മിടുക്കിയ. ഒരു പുല്ല് പറിക്കുന്നത്ര എളുപ്പത്തിലല്ലേ അവൾ ആ കുടം ചരിച്ചു കളഞ്ഞത്. അവളെ വിട്ടുകളയണ്ട മുതലാളി, കൂടെ നിർത്തിക്കോ, ഉപകാരപ്പെടും.